പോളോ മത്സരത്തിന് നാഗ്പൂരിൽ പോയ നിദ ഫാത്തിമ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ട് 1 വർഷം പൂർത്തിയാകുന്നു. മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നതിനും കുടുംബത്തിന് സഹായങ്ങൾ നൽകുന്നതിനും വീഴ്ച വരുത്തിയെന്നാണ് പരാതി. മരണം സംഭവിച്ച് 1 വർഷമാകുമ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കുടുംബത്തിന് നൽകിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഡിസംബർ 22-നാണ് നാഗ്പൂരിൽ ദേശീയ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിനെത്തിയ കേരള ടീം അംഗം ആലപ്പുഴ കാക്കാഴം സുഹ്റ മൻസിലിൽ ഷിഹാബുദ്ദീൻ അൻസില ദമ്പതികളുടെ മകൾ 10 വയസ്സുകാരിയായ നിദ ഫാത്തിമ മരിച്ചത്. നാഗ്പൂരിലെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച കുട്ടിക്ക് കടുത്ത ഛർദി അനുഭവപ്പെട്ടു. തുടർന്ന് ആശുപത്രിയിലെത്തിയ കുട്ടിക്ക് കുത്തിവയ്പ്പെടുക്കുകയും നില വഷളാവുകയുമായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച നിദയുടെ ജീവൻ രക്ഷിക്കാനായില്ലെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരം. 1 വർഷമായിട്ടും ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. നമുക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പല രീതിയിലും നമ്മൾ അവിടെ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ ഒരു രീതിയിലും അങ്ങോട്ട് ആക്സസ് കിട്ടുന്നില്ല. നമുക്ക് ഹോസ്പിറ്റലിലോട്ടാണേലും പോലീസ് സ്റ്റേഷനിലോട്ടാണേലും മുമ്പ് മലയാളി സമാജവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവരെ ഞാൻ വിളിച്ചിട്ടില്ല. അല്ലാതുള്ള അവരെ എപ്പോഴും വിളിച്ച് നമ്മൾ എത്രയെന്നും പറഞ്ഞാണ് ഒരു ആൾക്കാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യൽസിനെ വെച്ച് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നിദയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നു. ഇതിനിടെ നിദയുടെ കുടുംബത്തിന് സർക്കാർ 5 ലക്ഷം രൂപ വസ്തു വാങ്ങാനായി മുൻകൂർ നൽകിയിരുന്നു. ബാക്കി തുക നൽകാമെന്നേറ്റ കാലാവധി കഴിഞ്ഞ മാസം അവസാനിക്കുകയും ചെയ്തു. ഇതോടെ നൽകിയ പണം നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ് കുടുംബം. ഒരു കുഴപ്പമില്ലാതെ പോയിരുന്ന ഞാനും എൻ്റെ കുടുംബമാണ്. ഈ കുഞ്ഞിനെ സൈക്കിൾ പോളോ കളിക്കാൻ വിട്ട് കുഞ്ഞ് മരിച്ചു. അതിൻ്റെ വിഷമത്തിലിരിക്കുമ്പോഴാണ് സൈക്കിൾ പോളോക്കാർ വന്ന് എനിക്ക് 12.5 ലക്ഷം രൂപയാണ് എന്നെ കടവാക്കിയിട്ട് പോയത്. ഇപ്പം 30-ാം തീയതി പറയുന്നുണ്ട് അവർ എഴുതിച്ച് തരാമെന്ന്. എനിക്ക് അതിലും വലിയ വിശ്വാസമൊന്നും വരുന്നതായിട്ട് എനിക്ക് കറക്റ്റ് ഒരു ഡേറ്റ് പറയുന്നില്ല അവർ. 24 ആലപ്പുഴ.